പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 11 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ ദേവാലയത്തിൻ്റെ നിയമത്തെക്കുറിച്ച് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അവിടെ വചനം ഇങ്ങനെയാണ് സംസാരിക്കുക: ഈ നിയമങ്ങളും ചട്ടങ്ങളും അവർ പാലിക്കേണ്ടതിന് അവർ കാണെ അവ എഴുതി വയ്ക്കുക. ദേവാലയത്തിൻ്റെ നിയമം ഇതാണ്: മലമുകളിൽ ദേവാലയത്തിന് ചുറ്റുമുള്ള സ്ഥലം മുഴുവൻ ഏറ്റവും വിശുദ്ധമായിരിക്കും. ഇതാണ് ദേവാലയത്തിൻ്റെ നിയമം. ഹെബ്രായ ഭാഷയിൽ ദേവാലയത്തിനെ സൂചിപ്പിക്കുന്ന പദം മിക്ദാഷ് എന്ന പദമാണ്. ദൈവത്തിന് മാത്രം സമർപ്പിക്കപ്പെട്ട വിശുദ്ധ സ്ഥലമാണ് ദേവാലയവും പരിസരവും എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. എസക്കിയേൽ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്ന ദേവാലയത്തിൻ്റെ നിയമം ഇതുതന്നെ: ദേവാലയവും പരിസരവും ഏറ്റവും വിശുദ്ധമായിരിക്കണം. ഇതാണ് ദേവാലയത്തിൻ്റെ നിയമം. ഈ നിയമം പാലിക്കേണ്ടതിന് എല്ലാവരും കാണെ എഴുതി വയ്ക്കുവാനാണ് കർത്താവ് ഇന്ന് നമ്മെയും ഓർമ്മിപ്പിക്കുക. നമ്മുടെ ഹൃദയത്തിലും ഇത് എഴുതി വയ്ക്കപ്പെടേണ്ടതാണ്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആഘോഷിക്കപ്പെടുന്ന പല വീഡിയോകളിൽ നല്ലൊരു ശതമാനം ദേവാലയത്തിൻ്റെ തിരുനാളുകളും അതേ തുടർന്നുള്ള ആഘോഷങ്ങളും ആരവങ്ങളുമാണ്. എന്നാൽ കർത്താവ് പറഞ്ഞ ദേവാലയത്തിൻ്റെ നിയമത്തോട് ചേർന്നു പോകുന്നതാണോ നമ്മുടെ ആഘോഷങ്ങൾ എന്നുകൂടി ചിന്തിക്കേണ്ട കാലഘട്ടമാണ് ഇത്. പാലിക്കപ്പെടേണ്ടത് കാറ്റിൽ പറത്തിയാണോ ആഘോഷിക്കേണ്ടത് എന്നതുകൂടി നമ്മുടെ ചിന്തയിൽ വരണം. ദേവാലയവും ദേവാലയ അങ്കണവും കൂദാശകളും സിനിമകളിൽ പോലും നിസ്സാരവൽക്കരിക്കപ്പെടുമ്പോൾ, അവഹേളിക്കപ്പെടുമ്പോൾ നമ്മുടെ ദേവാലയത്തിൻ്റെ നിയമം മറന്നുകൊണ്ട് സമ്മതം കൊടുക്കുന്നതും അനുവദിച്ചു കൊടുക്കുന്നതും തെറ്റുതന്നെയല്ലേ എന്നുകൂടി ചിന്തിക്കാം. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ ദേവാലയത്തിൽ എഴുതാൻ പറഞ്ഞ നിയമം നമുക്ക് നമ്മുടെ ഹൃദയത്തിലും എഴുതാൻ വേണ്ടുന്ന ധൈര്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം പേറുന്ന നമ്മുടെ ദേവാലയങ്ങളിൽ ഈശോയുടെ തിരുനാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദിവ്യകാരുണ്യ ഈശോ ഈ തിരുവചനം കേൾക്കുന്ന നമ്മളെ ഓരോരുത്തരെയും കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.